നമസ്കാരം. പിറന്ന മണ്ണിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഭാഗ്യം കെട്ട ജനതയാണ് കശ്മീരിലെ പണ്ഡിറ്റുകൾ. താഴ്വരയിൽ ഭീകരവാദം ഗ്രസിച്ച സമയത്ത് ഇവർ തങ്ങളുടെ ജന്മഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവരാണ്. ഒരുപാട് പേരെ ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 90കളുടെ തുടക്കത്തിൽ നടന്ന ഈ വംശഹത്യയിൽ സമഗ്രമായ അന്വേഷണം വരുന്നത് 35 വർഷത്തിനു ശേഷം ഇപ്പോഴാണ്. പണ്ഡിറ്റുകളുടെ കൊലയിൽ പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വിഘടനവാദി നേതാവ് യാസീൻ മാലിക്കിന്റെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നു. 35 വർഷം മുമ്പാണ് നേഴ്സായിരുന്ന സരള ഭട്ടിനെ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയത്. 1990കളിൽ നടന്ന കശ്മീരി വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെയാണ് ശ്രീനഗറിലെ 8 സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത്. ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് മുൻ മേധാവി യാസീൻ മാലിക്കിന്റെ ശ്രീനഗറിലെ മൈസൂമിയിലുള്ള വസതിയിലും റെയ്ഡ് നടന്നു. മുൻ KJLF കമാൻഡർമാരുടെ ഒളിത്താവളങ്ങളിലും പരിശോധന നടന്നു. 1990കളുടെ തുടക്കത്തിലാണ് 27 വയസ്സുള്ള സരള ഭട്ടിനെ ഇസ്ലാമിസ്റ്റുകൾ അന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. സൗരയിലെ ഷേറി കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ഭട്ടിനെ 1990 ഏപ്രിലിൽ കലാപം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് കാണാതാവുകയായിരുന്നു. ഇവരെ ഹോസ്റ്റലിൽ നിന്ന് ഭീകരർ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്രീനഗറിലെ സൗര പ്രദേശത്ത് നിന്ന് വെടിയുണ്ടകൾ തറച്ച മൃതദേഹമാണ് കണ്ടെടുത്തത്. സർക്കാർ ജോലി ഉപേക്ഷിച്ച് താഴ്വര വിടാൻ തീവ്രവാദികളുടെ ആഹ്വാനം നിരസിച്ചതിന് ശേഷമാണ് സരള ഭട്ട് കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നു. 1990-ൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപ്പലായനത്തിന് കാരണമായ അതിക്രമങ്ങളുടെ ഏറ്റവും ഭയാനകമായ ഓർമ്മപ്പെടുത്തലുകളിൽ ഒന്നാണ് സരള ഭട്ടിന്റെ കൊലപാതകമെന്ന് BJP നേതാവ് അമിത് മാളവ്യ എക്സിൽ എഴുതിയിരുന്നു. ലോക്കൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റവാളികളെ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്ന് അന്വേഷണം കഴിഞ്ഞ വർഷം SIA ഏറ്റെടുക്കുകയായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുൻ JKLF നേതാവ് പീർ നൂറുൽ ഹഖ് ഷായെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ വീട്ടിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. കൊലപാതകം നടത്താനുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന തെളിവുകൾ ലഭിച്ചതായി ഏജൻസി അവകാശപ്പെട്ടു. കശ്മീരിൽ സമാധാന ജീവിതം കഴിച്ചുവരുന്ന ശിവഭക്തരാണ് ഹിന്ദുക്കളിലെ ഉപവിഭാഗമായ പണ്ഡിറ്റുകൾ. ജവഹർലാൽ നെഹ്റുവിന്റെ പൂർവികർ വരെ ഉൾപ്പെടുന്ന ഒരു വംശീയ ന്യൂനപക്ഷം. അവരോട് കശ്മീർ ഭീകരവാദികൾക്കുള്ള പ്രശ്നം മതപരം കൂടിയാണ്. ശരിക്കും മതവെറി കലർന്ന പൈശാചികമായ നീക്കങ്ങളായിരുന്നു പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായത്. കശ്മീർ ഫയൽ സിനിമയിൽ നാം കണ്ടതുപോലെയുള്ള ഭീകരമായ അനുഭവം. ഭർത്താവിൻ്റെ രക്തത്തിൽ കുതിർന്ന അരി ഭാര്യയെ കൊണ്ട് തീറ്റിക്കുന്ന ഭീകരർ, മതം മാറാത്തവരെ കൊന്നു കെട്ടിത്തൂക്കുന്നു, അറക്കവൾ കൊണ്ട് കഷ്ണമാക്കുന്നു തുടങ്ങി നിരവധി ക്രൂരമായ അനുഭവങ്ങൾ. ഗാന്ധി ചിത്രമുള്ള നോട്ട് കൊടുത്താൽ കിട്ടുക ജിന്നയുള്ള പാക് നോട്ട് കിട്ടുന്ന കാലമായിരുന്നു അത്. 1990 ജനുവരി 26 കശ്മീർ സ്വതന്ത്രമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കാനായിരുന്നു JKLFന്റെ പ്ലാൻ എന്നാണ് ഈ വിഷയം പഠിച്ച കശ്മീരി പണ്ഡിറ്റായ എഴുത്തുകാരൻ രാഹുൽ പണ്ഡിത ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ജനുവരിയിൽ ആദ്യ 2 ആഴ്ചകളിൽ താഴ്വരയിൽ പരക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടതും കശ്മീരി പണ്ഡിറ്റുകൾ പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പലായനം തുടങ്ങുന്നതും. ജനുവരി 21 നടന്ന വെടിവയ്പിൽ എതിർപക്ഷത്തും വലിയ ആൾനാശമുണ്ടായി. CRPF ഭടന്മാർ ഗവക്കൽ പാലത്തിൽ വെച്ച് ചുരുങ്ങിയത് 50 കശ്മീരി മുസ്ലിം പ്രതിഷേധക്കാരെയെങ്കിലും വെടിവെച്ചു കൊന്നു. കശ്മീരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ഗവ്കലിൽ നടന്നത്. കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ഗവ്കൽ കൂട്ടക്കൊലയും ചേർന്ന് ഇരു സമുദായങ്ങളെയും ഇനി ഒന്നിച്ചു ചേരാൻ പറ്റാത്ത വിധം അകറ്റി. ഇത് തുടക്കമിട്ടത് കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയ്ക്കാണ്. നിരവധി കശ്മീരി ഹിന്ദു സ്ത്രീകൾ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു. നിരവധി പേർ ബലാത്സംഗത്തിനിരയായി. സാമൂഹ്യ പ്രവർത്തകനായ സതീഷ് ടീകു തന്റെ വീടിന് പുറത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചു. ഫെബ്രുവരി 13 ശ്രീനഗർ ദൂരദർശൻ കേന്ദ്ര ഡയറക്ടറായിരുന്ന ലാസ കോൾ വെടിയേറ്റ് മരിച്ചു. MN പോൾ എന്ന BSF ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നു. ഭർത്താവിൻ്റെ ജോലി വഴി അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ഉണ്ടായിരുന്ന വിദൂര ബന്ധം മാത്രമായിരുന്നു കാരണം. സർവാനന്ദ് കൗൾ പ്രേമി എന്ന കശ്മീരി കവിയെയും അവർ അന്ന് വെടിവെച്ചു കൊന്നു. ഭഗവത്ഗീത കശ്മീരി ഭാഷയിലേക്ക് മൊഴി മാറ്റിയ വിദ്വാനായ കവിയെ തൻ്റെ മകനോടൊപ്പം നടന്നു പോകവെയായിരുന്നു വെടിവെച്ച് കൊന്നുകളഞ്ഞത്. മകനെയും അവർ വെറുതെ വിട്ടില്ല. ഇതോടെ ആകെ ഭയന്നുപോയ കശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ പുരയിടങ്ങളും കൃഷിഭൂമികളും ബംഗ്ലാവുകളും വീടുകളും അമ്പലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. കയ്യിൽ കെട്ടിയതൊക്കെ എടുത്ത് കിട്ടിയ വാഹനങ്ങളിൽ കയറിയ അവർ രാത്രി തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു താഴ്വരയിൽ നിന്ന്.